ഹായ് ഗഡീസ്, വെൽക്കം ബാക്ക് ടു ട്രക്ക് ഇറ്റ് സ്റ്റോറീസ്. ഇപ്പോൾ നിർത്തിക്കുള്ളൂ ദാവീദ് കണ്ടു വന്നേക്കാണ്. നമ്മുടെ ആന്റണി പെപ്പെ മുഖ്യ കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ള ഒരു ബോക്സിംഗ് സിനിമ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റഡ് ബൈ ഗോവിന്ദ് വിഷ്ണു തന്നെയാണ് റിട്ടൺ. കൂടെ ദീപു രാജീവനും കൂടിയിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബോക്സിംഗ് സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ കൂടി തോന്നിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. സിനിമ 2:20 അങ്ങോട്ടുണ്ട്. ആക്ച്വലി അത്ര 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇന്റർനാഷണൽ മൂവീസ് ഒക്കെ കാണുമ്പോൾ ബോക്സിംഗ് സംബന്ധിച്ചുള്ള മൂവീസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമുക്കൊരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ മാക്സിമം വലിച്ചു നീട്ടാൻ സാധിക്കുള്ളൂ ഇങ്ങനെ ഒരു കണ്ടന്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട്. കാരണം ഫൈറ്റാണ്, റിങ്ങിലുള്ള ഫൈറ്റ് കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴും ഒരു പഞ്ചിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ബോറിംഗ് ആയിരിക്കും. സോ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് ബോക്സിംഗ് ആണ്. സോ അത് വലിച്ചു നീട്ടാതെ ഒരു 2 മണിക്കൂറെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടിയും ആസ്വാദനം മികവ് തോന്നിച്ചേനെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ച് ചെയ്തിട്ടുള്ളത് വേറെ പരാജയം എന്നുള്ളതല്ല, ഡ്യൂറേഷൻ കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു സിനിമയിൽ. ഓക്കെ, പ്രൊഡക്ഷൻ സെഞ്ചുറി മാക്സ് ജോൺസ് ആൻഡ് മേരി പ്രൊഡക്ഷൻസ് ആണ്. അതുപോലെ ആൽബി അലക്സ് അബ്രഹാം, ടോം ജോസഫ് എന്നിവരൊക്കെയാണ് പ്രൊഡക്ഷൻ നിർവഹിച്ചിട്ടുള്ളത്. മ്യൂസിക് ജസ്റ്റിൻ വർഗീസ് ആണ്. ജസ്റ്റിൻ വർഗീസിന്റെ ഇപ്പോൾ 2ാമത്തെ സിനിമയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആളൊരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് കേട്ടോ. കാരണം ഇതിലിപ്പോൾ ബോക്സിങ്ങിന്റെ ടൈമിലുള്ള മ്യൂസിക് ആണെങ്കിലും അങ്ങനെ ഫാമിലി കാര്യങ്ങൾ കാണിക്കുമ്പോഴുള്ള മ്യൂസിക് ആണെങ്കിലും നല്ല രീതിയിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് മ്യൂസിക്കിന് സാധിക്കുന്നുണ്ട്. കിട്ടിലും പരിപാടിയാണ്. ആളൊരു രക്ഷയില്ല. ആള് ചെയ്യണ എല്ലാ വർക്കും അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് അത് സാധിക്കുന്നത്. സോ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സോർസ് കിട്ടില്ല. സിനിമാറ്റോഗ്രാഫി സാലു കെ തോമസ് ആണ്. അടിപൊളി പരിപാടിയാണ്. കാരണം റിങ്ങിലുള്ള പരിപാടികളും ബോക്സിന്റെ പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്യാമറയിൽ നമുക്കത് എത്തിച്ചേരാനായിട്ട് ആൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പെപ്പയുടെ ഒരു വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇമ്പ്രസീവ് ആയിരുന്നു. ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് പറയാനായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോക്സിംഗ് ഒക്കെ കാണിക്കുന്ന സമയത്ത് സിനിമയാണ്. സിനിമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ ചിലപ്പോൾ സംവിധായകന്റെ ഭാഗത്തുനിന്നോ ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവാം. ഒരുപാട് ചോര തെറിക്കണം, അതാണ് സിനിമയാണ്. പക്ഷെ ഇതിൽ ഇവർ ഏറ്റവും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് കാണിച്ചിട്ടുള്ളത്, ഈ ബോക്സിംഗ് പറഞ്ഞുള്ള ഒരു സ്പോർട്ടിനോട് ജസ്റ്റിസ് കാണിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഇവരത് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു 90% അതിൽ വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സിനിമയാണെന്ന് വെച്ചിട്ട് അവർ ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്ത് ഓവറായിട്ട് ചോര ബ്ലഡ് തെറിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇവർ ശ്രമിച്ചിട്ടില്ല. നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ബോക്സിംഗ് എന്താണ്, ബോക്സിംഗ് കാണുന്നവർക്ക്, അത് ടി വിയിൽ ഷോ ആയിട്ട് കാണുന്നവർക്ക് അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ, മറ്റ് ഭാഷകളിലുള്ള സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഡ്യൂറേഷൻ്റെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടിയും എഫക്റ്റീവായിട്ട് തോന്നിയിരുന്നു. പിന്നെ ഇതിൽ ഭയങ്കര സംഭവം എന്നല്ല, ബോക്സിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ബോക്സിംഗ് എന്നൊരു സ്പോർട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദാവീദ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം പെപ്പയുടെ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ബോഡി നല്ല രീതിയിൽ എഫേർട്ട്. നമുക്കറിയാം, നമ്മൾ RDXലൊക്കെ കണ്ടിട്ടുള്ള പെപ്പെ ഒരു കിൻഡൽ മനുഷ്യൻ, ഇത്രയും വെയിറ്റുള്ള ഒരു മനുഷ്യൻ ഇതേപോലെ ബോഡി മാറ്റം വരുത്തി ഒരു പ്രൊഫഷണൽ ബോക്സറായിട്ട് തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത്, എന്താ പറയുക, ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ആളുടെ ആക്ഷൻസ് ആണെങ്കിലും എല്ലാം കിട്ടിലും പരിപാടി. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബോക്സർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പെപ്പെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ റഷ്യക്കാരനാണ് ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് വരുന്നത്, ഒരു ഇന്റർനാഷണൽ ചാമ്പ്യനാണ്. അതിലും ഒരു ലോജിക് മിസ്റ്റേക്ക് ഉള്ളത്, അത് മാത്രം നമുക്കൊന്ന് ജസ്റ്റ് മാറ്റിയേക്കേണ്ടി വരും. കാരണം 18-20 തവണയൊക്കെ നോക്കൗട്ട് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ മത്സരിച്ച എല്ലാ മത്സരങ്ങളും നോക്കൗട്ട് അടിക്കുന്ന ഒരു ഇന്റർനാഷണൽ ചാമ്പ്യനെ നമ്മുടെ പെപ്പെ സാധാരണ നാട്ടുമ്പുറത്തുള്ള ഒരു ബോക്സർക്ക് കയറി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. സോ ലോജിക്കൽ മിസ്റ്റേക്സ് എല്ലാ മൂവിയിലും ഉണ്ടാവും. ഹീറോസും കാണിക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ നമുക്കത് വിട്ട് കളയാൻ പറ്റും. എങ്കിലും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു സിനിമ തന്നെയാണ്. വീണ്ടും പറയുന്നത്, ഡ്യൂറേഷൻ ഒരു 10-15 മിനിറ്റ് കട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഫുൾ ടൈം എൻഗേജിങ് ആയിട്ടുള്ള ഒരു മൂവി തന്നെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ പ്ലീസ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ബൈ ഫ്രം ട്രക്ക് ഇറ്റ് സ്റ്റോറീസ്.